വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ദാരുണ മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവാണ്. ഇന്നലെ രാത്രിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് ഉന്നതിയിലേക്ക് വരുന്നത്. ഉന്നതിക്ക് തൊട്ടുതാഴെയുള്ള കുളത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു കാട്ടാന. മാനുവിനെ കണ്ടതോടെ അക്രമാസക്തനായി മാനുവിനെ എടുത്ത് കുടഞ്ഞ് വയലിലേക്ക് എറിഞ്ഞു. ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുക, കുളത്തിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറയാ മാറി നിൽക്ക് എന്ന്. അയാൾ മാറി നിൽക്കോ? മാറിയൊന്നും നിന്നില്ല. അങ്ങനെ സംഭവിച്ചതാ. വയനാട് ജില്ലയിലെ നൂൽപ്പുഴയും തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പാട്ടവയലും അതിരിടുന്ന പ്രദേശത്താണ് കാപ്പാട് ഉന്നതി. ഒരു ഭാഗം പൂർണ്ണമായും വനം. അതിരിടുന്ന കല്ലൂർ പുഴയ്ക്കപ്പുറം തേയിലയടക്കമുള്ള തോട്ടങ്ങൾ. ഇവിടെയാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണം ഉണ്ടായത്. സ്വന്തമായി വീടില്ലാത്തതിനാൽ ബന്ധുവീടുകളിലാണ് മാനുവും ഭാര്യ ചന്ദ്രികയും കുട്ടികളും മാറി മാറി താമസിക്കുന്നത്. ഇന്നലെ ചന്ദ്രിക വെള്ളരി ഉന്നതിയിലേക്കും മാനു കാപ്പാട്ടേക്കും വരികയായിരുന്നു. ഇതിനിടയിലാണ് മാനുവിനെ കാട്ടാന കൊലപ്പെടുത്തിയത്. 5 മണി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പണി വിട്ടുപോയിട്ട് 1 കിലോ അരി വന്നിട്ട് കൊണ്ടുവരാൻ വരെ ഇവർക്ക് പുരയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, ആനശല്യം കൊണ്ട്. അതിന് സർക്കാർ ഒരു തീരുമാനം ഇന്ന് വരെ എടുത്തും കൊടുത്തിട്ടില്ല. ചന്ദ്രികയുടെ ഷാൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കണ്ടതോടെ ഇവരെ കാണാനില്ല എന്ന അഭ്യൂഹം ഉയർന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ സുരക്ഷിതയെന്ന് വ്യക്തമായി. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ജനറൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 6 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാപ്പാട് ശേഷിക്കുന്നത്. പുനരധിവാസ പദ്ധതിയിലെ പൊരുത്തക്കേടുകൾ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. കാട്ടാന ആക്രമണ മരണത്തെ തുടർന്ന് പ്രതിഷേധം ഉയർന്നു. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തെത്തി. നിങ്ങൾ കുറച്ച് ഫോറസ്റ്റുകാരും പിന്നെ പോലീസിന്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിന്റെ അഹങ്കാരം നടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടായിട്ട് പോയി കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കി എനിക്കൊന്നും പറയാനില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാനുവിന്റെ ബന്ധുക്കളും നടത്തിയ ചർച്ചയിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി. ഇതേ തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു ഇവിടെ കുറച്ച് ട്രെഞ്ച് ഇഷ്യൂ ആയിരുന്നു, പിന്നെ കുറച്ച് ഫെൻസിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വി ഹാവ് ഡിസൈഡഡ് അത് ചെയ്യാം, ഇപ്പോൾ ചെയ്യാം. പിന്നെ വിൽ ഗിവ് ദം ഇമീഡിയറ്റ്ലി 5 lakh കമ്പൽസേഷൻ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കൊടുക്കാം. വെനെവർ ദ ലീഗൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ അപ്പോൾ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് വിൽ ബി ഗിവൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നാരോപിച്ച് UDF പ്രതിഷേധിച്ചു. ഈ ബോർഡിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ട്രൈബൽ വകുപ്പും അതുപോലെ തന്നെ വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലും UDF പ്രതിഷേധിച്ചു. ഓഫീസിലെത്തിയ UDF നിയോജകമണ്ഡലം ചെയർമാനും DCC സെക്രട്ടറിയുമായ DP രാജശേഖരനെ പോലീസ് തടഞ്ഞു. മാനുവിന്റെ സംസ്കാരം പാട്ടവയൽ വെള്ളരി ഉന്നതിയിലാണ് നടന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ സംഭവിക്കുകയാണ് വയനാട്ടിൽ. ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ പ്രശ്നപരിഹാരത്തിനുള്ള കൂടിയാലോചനകൾ ഗൗരവതരമായി നടക്കേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.